Hi everyone. On this pleasant morning here at Kakinad, I have with me someone who is truly passionate about dog walking and is managing an IT career alongside. Let's welcome Anantu, the founder of Doggo Pet Walking. Hi Anantu, welcome. Hi, thank you. And the first question is, why pet walking? ലൈക്ക് ഇപ്പോൾ കൊച്ചി പോലത്തെ ഒരു സിറ്റിയിൽ ഒരു ഡോഗ് അതിനെ കൊണ്ട് നടക്കാൻ ഇറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഓക്കെ, യാ, ബേസിക്കലി ഒരു ഡോഗ് പെർ ഡേ 5 to 7 കിലോമീറ്റേഴ്സിൽ നടന്നിരിക്കണം ഫോർ ഇറ്റ്സ് ഹെൽത്തിയർ ലൈഫ്. ഓക്കെ, പക്ഷെ ഇവിടെ അത് കിട്ടുന്നില്ല. ഇവിടെ ഒരു ഡോഗ് ഓണറിന് അത് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദെയർ ബിസി ഷെഡ്യൂൾ ആൻഡ് എവറിത്തിങ്. നമ്മൾ അവിടാണ് നമ്മുടെ സർവീസ് കൊടുക്കുന്നത്. ലൈക്ക് അവർക്ക് പറ്റാത്ത ആ കാര്യം on behalf of them, yes, നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ what do you think, what difference can Doggo make in the upcoming days? നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പെറ്റ് ലവേഴ്സിനെയാണ്. ഓക്കെ, സി ഇപ്പോൾ ഒരു ഫ്ലാറ്റില്, കൊച്ചിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ്സ് ആണല്ലോ ഉള്ളത്. ഇപ്പൊ ഈ ഫ്ലാറ്റിൽ സ്റ്റക്ക് ആയിട്ട് കിടക്കുന്ന കുറെ ഡോഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെറ്റ് ലവേഴ്സും ഉണ്ട്. അവർക്ക് ടൈം ആണ് ഇല്ലാത്തത്. ഓക്കെ, ടൈം ഉണ്ടെങ്കിൽ അവർ അതിനെ കൊണ്ട് നടക്കാൻ പോകും, അതിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുക്കും. അവർക്ക് ടൈം ഇല്ല, സോ നമ്മളാണ് അതിനെ നടത്തുന്നത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടുന്ന പെറ്റ്സ് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഹെൽത്ത് നോക്കുവാണെങ്കിൽ ഹെൽത്ത് ആണ് ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നത്. അതല്ലാതെ തന്നെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഇമോഷണലി ഓൾസോ ഒരു റൂമിന്റെ അകത്ത് സ്റ്റക്ക് ആവുമ്പോഴാ ഓൾവേസ് അതങ്ങനെയാണല്ലോ, അവരങ്ങനെ സ്റ്റക്ക് ആയി പോകും. യാ, അതുപോലെ തന്നെ അവർ കുറച്ച് അഗ്രസീവ് ആകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. യാ, അപ്പം നമ്മള് ഫ്യൂച്ചറിൽ കട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. ലൈക്ക് ഒരു ഹെൽത്തിയർ പെറ്റ്, mentally and physically exactly healthier wise. Good. അതാണ് നമ്മളെ ഡോഗോ പെറ്റ് വാക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. Okay. So Ipyar, what are the measures taken by Doggo Pet Walking to ensure the safety of the pets you walk? ഇപ്പൊ നമുക്കൊരു പെറ്റ് ഓണർ അതിന്റെ ഡോഗിനെ തരുമ്പോഴത്തേക്കിന് അവര് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് കൊടുക്കുന്ന സേഫ്റ്റി പ്രിക്കോഷൻ എന്താണെന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ആ ഡോഗ് എപ്പോഴും സേഫ് ആയിരിക്കും. ലൈക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതും അതിന്റെ സേഫ്റ്റി ബേസ് ചെയ്തിട്ടാണ്. ലൈക്ക് നമ്മൾ സ്ട്രേ ഡോഗ് അറ്റാക്സ് കൗണ്ടർ ചെയ്യുന്നു, അതുപോലെ തന്നെ പുല്ലിൽ നിന്നും ചെടിയിൽ നിന്നും ഒക്കെ ഈ ചെള്ള് പോലത്തെ ചെറിയ ചെറിയ പ്രാണികൾ ഇതിന്റെ ദേഹത്ത് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ കൗണ്ടർ ചെയ്യും. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ അതിനെ സേഫ് സെക്യൂർ ആയിട്ട് 1 hour വോക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവെത്തിക്കും. So that's like your first priority. Yes, that's the main priority. Oh, good. Yeah. Okay. As a pet walker, എന്തായിരിക്കും APR ന് ഓഫർ ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഡോഗുമായിട്ട് നടക്കാൻ പോകുമ്പോഴത്തേക്കിന് അത് ആക്ച്വലി ഒരു ടേം ആണ്. ഓക്കെ, ലൈക്ക് ഇപ്പൊ നമ്മളിങ്ങനെ നടക്കാൻ പോകുമ്പോഴത്തേക്കിന് എപ്പോഴേലും ഇത് അഗ്രസീവ് ആകുവാണെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും, ഹു ഇസ് മൈ ഗുഡ് ബോയ് എന്ന് ചോദിക്കും. ഓക്കെ, സോ അതൊരു കോഡാണ്. അപ്പൊ അത് വാലുമായിട്ട് നമ്മളെ തിരിങ്ങനെ നോക്കി ഒന്ന് സൈലന്റ് ആയി നിന്നോ. ഇനി ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, why did you decide to start a pet walking career? ഞാൻ എന്റെ കരിയറിൽ ഒരു പാർട്ട് ടൈം പോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇംപ്ലിമെന്റ് ആയിട്ടില്ലെന്ന് മനസ്സിലായത്. ഓക്കെ, സോ ഇവിടെയുള്ള ആൾക്കാർക്കും ആ ഒരു ഫീച്ചർ, ആ ഒരു ഇത് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി എനിക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ഡോഗ്സ്. അതുകൊണ്ടാണ് ഡോഗിനെ തന്നെ വോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. ഞാനിപ്പോ ശ്രദ്ധിച്ചു, യു ആർ ഹാൻഡിലിംഗ് എ ബീഗിൾ, എ ഗോൾഡൻ റിട്രീവർ ആൻഡ് എ ഡാഷൻഡ്. ഓൾ ദോസ് പെറ്റ്സ് വർ ഗുഡ് വിത്ത് യു. പക്ഷെ വാട്ട് ഇഫ് യു ഗോട്ട് എ അഗ്രസീവ് ഡോഗ് ടു വാക്ക്? ആക്ച്വലി എനിക്ക് ഇങ്ങനെ വോക്ക് ചെയ്യാനായിട്ട് ഒരു അഗ്രസീവ് ഡോഗ് ഉണ്ട്. ഇപ്പം അങ്ങനെ ഒരു കേസ് വരുമ്പോൾ, അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 ദിവസം പ്രയർ ടു ദ വാക്ക് ദാറ്റ് വി അഗ്രീഡ്, നമ്മൾ അവിടെ ചെല്ലും, എന്നിട്ട് ആ പെറ്റിനെ ഫീഡ് ചെയ്യും, എന്നിട്ട് ഫ്രണ്ട്ലി ആയിട്ട് അതിന്റെ കൂടെ നിൽക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ അങ്ങനെ നടത്തത്തുള്ളൂ. Okay, so that you are comfortable and the dog is also comfortable. Exactly, yeah. Appo Anantu, all the best for your new venture Doggo, and thank you so much for sparing your time with me. Thank you so much.